മുത്തുണ്ണ ഇത് കണ്ടോ ശംഭു കൊണ്ട് എനിക്ക് തന്നാ. ഐ ലവ് യു അമ്മ. നോക്കിയാണ് ഈയൊക്കെ തിരിച്ചെഴുതിയേക്കണ്. അത്ര ചെറുതായിരുന്നു അവനെന്ന്. എന്നെ ക്യൂട്ടല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടി? അലമരക്കകത്തുനിന്ന്. ഞാൻ വേറൊരു സാധനം നോക്കാൻ കയറിയപ്പോ കിട്ടിയതാ. കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചോ. നീ ഇതുപോലെ ഒരെണ്ണം കിട്ടുമെന്ന് വിചാരിക്കണ്ട. ശരിയാ, പണ്ടവൻ എന്നോട് എന്നാ സ്നേഹമായിരുന്നു, എന്റെ പുറകീന്ന് മാറൂലായിരുന്നു. അതിപ്പോ എപ്പോഴും അങ്ങനെ ഇരിക്കോ? അവ ഇപ്പൊ വളർന്ന് പുരുഷനായില്ലേ? പുരുഷനോ? പിന്നല്ലാതെ. ഇനിയിപ്പോ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണെന്ന് അവന് നേരം കിട്ടൂല. നേരില്ലാഞ്ഞിട്ടൊന്നും അല്ല, അവനിപ്പോ എല്ലാ കാര്യത്തിനും അമ്മയുടെ അടുത്തേക്കാ പോകുന്നത്. അതിപ്പോ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ. അപ്പൊ പിന്നെ അമ്മമ്മ ആവശ്യത്തിൽ കൂടുതൽ ലാളിക്കുമ്പോ അവരുടെ അടുത്ത് കുറച്ച് അടുപ്പം കാണിക്കും. എന്താ ഞാൻ അവനെ ആവശ്യത്തിന് ലാളിച്ചിട്ടില്ലേ? അതാണ് പറഞ്ഞത്, നീ ആവശ്യത്തിനേ ലാളിച്ചിട്ടുള്ളൂ, അവർ ആവശ്യത്തിൽ കൂടുതൽ ലാളിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവരുടെ അടുത്ത് കൂടുതൽ സ്നേഹം. പക്ഷെ എന്നാലും ഓർക്കുമ്പോ ഒരു വിഷമം. എപ്പോഴും നിന്റെ അടുത്ത് വന്നിരുന്നില്ല, നിനക്ക് കാർഡ് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിന്റെ അടുത്ത് സ്നേഹം ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. അയ്യോ, എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും പഴയ അതുപോലെ ഒന്ന് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇടയ്ക്ക് തോന്നൂലേ, പഴയ മാക്രി ശംഭുവിനെ മിസ് ചെയ്യുന്നു. മക്കളെ നിന്നും മാക്രി കുട്ടികളായിട്ടിരിക്കണമെന്ന് തന്നെയാണ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം. പക്ഷെ അത് നടക്കൂലല്ലോ. പെട്ടെന്നല്ലേ വളരണേ ടപ്പേന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ? ഒരു കാര്യമില്ല. മക്കള് കല്ലെടുത്തെറിയുന്നില്ലെന്ന് ഓർത്ത് സമാധാനിക്കും. ഓരോരോ വീട്ടുകളിൽ നടക്കണം, നീ കേൾക്കണില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കള് ടോപ്പല്ലേ? അതെ, വളരെ ഡീസന്റ് അല്ലേ? ശരിയാ. അല്ല, നിനക്ക് പല്ലിയുടെ അമ്മയുടെ കാര്യത്തിൽ ഈ പ്രശ്നമില്ലേ? ഇല്ല, അവർക്കിപ്പോഴും ഞാൻ തന്നെ മെയിൻ. അവരാരും വക വെക്കാൻ ഞാൻ ഇവിടെ കല്ല് പോലെ ഇരിക്കണം കണ്ടില്ലേ? ആര് പറഞ്ഞു നിങ്ങളെ വക വെക്കുന്നില്ലെന്നാ? ഞാൻ വെറുതെ പറഞ്ഞ. നീ എനിക്ക് പോയി ചായ എടുത്തിട്ടോ, അതുകൂടി സൂക്ഷിച്ചു പോയി. അമ്മേ, എന്തോടി അമ്മേ, എന്തോ? എനിക്കൊരു സംശയം. മിണ്ടിപ്പോകരുത്. 10 പൈസയുടെ സഹായം അവൾ അടുക്കള ചെയ്യത്തില്ല, ഒരു സംശയം കൊണ്ട് വന്നോളൂ. അമ്മ, ഇത് ജെനുവിൻ ആയിട്ടുള്ള സംശയം, അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. നീ എന്നോട് ഒന്നും ചോദിക്കണ്ട. വേണ്ടക്ക് വേണ്ട, പോ. ദേ, ഇവനോട് ചോദിക്കണം. എന്താന്ന് ചോദിക്കേ? ചേട്ടാ, അതെ, എനിക്കൊരു ചെറിയ സംശയം. അയ്യോ പെണ്ണെ, ഭ്രാന്താക്കല്ലേ, ചുമ്മാ പോ. എന്ത് വീട്ടുകാരാണോ? ഞാൻ നാത്തൂനോട് ചോദിച്ചോളാം. ആ നാത്തു നിന്റെ സംശയമൊക്കെ മൂഡിലല്ല. അതെന്താ? ഈ ശംഭു അവളെ ഇപ്പൊ ശംഭുവിന്റെ സ്നേഹം ഇപ്പൊ അവക്ക് കിട്ടണില്ലെന്ന്. അയ്യോ, അതെന്ത് പറ്റി അങ്ങനെ തോന്നാൻ? എടി പണ്ടങ്ങാണ്ട് ശംഭു ഐ ലവ് യു അമ്മ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത് അവക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് പഴയ മാക്രി ശംഭുവിനെ അവക്ക് മിസ് ചെയ്യണമെന്ന്. അച്ചടാ, പാവല്ലേ. എടി അവള് പറയണേ ശംഭുവിന് അമ്മയുടെ അടുത്താണ് കൂടുതൽ സ്നേഹമെന്ന്. അതിനിപ്പോ എന്താ സംശയം? അവൻ എൻ്റെ അടുത്ത് തന്നെയാ സ്നേഹം കൂടുതൽ. എന്തേ അതുപോലെ തറ വെക്കാതെ അവനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതിനിപ്പോ അമ്മ ഒരുമാതിരി വൈരാഗ്യമുള്ള പോലെ സംസാരിക്കണെന്തിന്? എനിക്കെന്താ വൈരാഗ്യം? പിന്നെ ശംഭുവിന്റെ സ്നേഹമൊക്കെ കിട്ടുന്നില്ലെങ്കിൽ സുമേഷിന്റെ സ്നേഹം മൊത്തത്തിൽ കിട്ടുന്നുണ്ടല്ലോ. അതെന്താ അമ്മ അമ്മ അങ്ങനെ പറഞ്ഞേ? എടി, നിനക്കറിയുവോ, ഇവന്റെ കല്യാണം കഴിയുന്നവരെ ആ സുമേഷ് എന്ത് മണ്ടത്തരവും പൊട്ടത്തരവും കാണിച്ച എൻ്റെ അടുത്തായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ എന്താവശ്യമുണ്ട് ഏട്ടത്തി എന്ന് വിളിച്ചൊരു പോക്കാച്ചേക്കൻ. അപ്പൊ അമ്മ മനഃപൂർവ്വം ആശയുടെ അടുത്തുനിന്ന് ശംഭുവിനെ അകറ്റാണല്ലേ? എനിക്ക് മനഃപൂർവ്വം ആരെ അകറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സുമേഷിന് എന്റെ സ്നേഹം കൊടുക്കണ്ടാത്തതുകൊണ്ട് ആ സ്നേഹം കൂടെ ശംഭുവിന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ ദൈവമേ, എന്തൊക്കെ കേൾക്കണോ എന്തോ. എടി പിങ്കി, നീ പറ, ഇപ്പൊ സുമേഷിന് എന്നെക്കാളും സ്നേഹം ആശയോടല്ലേ? ഞാൻ എന്ത് പറയാൻ ചേട്ടാ? അതമ്മ അവളെ അവന്റെ എല്ലാ മണ്ടത്തരവും അവള് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അവൻ എപ്പോഴും അവളെ അടുത്തോട്ട് പോണേ. അത് മാത്രല്ല, പിന്നെ നാത്തു നിറച്ച് പോസിറ്റീവ് എനർജി കൊടുക്കാറുണ്ട്, ചിലപ്പോ അതായിരിക്കും. അപ്പൊ ഞാൻ എന്നെ നെഗറ്റീവ് എനർജിയാണോ കൊടുക്കുന്നത്? എടി, ഞാൻ നെഗറ്റീവ് ആണെങ്കിലേ ശംഭുവിന് എങ്ങനെ എന്നോട് സ്നേഹം കൂടുന്നത്? പിള്ള മനസ്സിൽ കള്ളയില്ലല്ലോ. അമ്മ അമ്മ നെഗറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ എന്നോട് കൂടുതലൊന്നും പറയണ്ടായി. ദോശ ദോശ ചുടരി ദോശ. എനിക്കറിയത്തില്ല. അറിയത്തില്ല ചേട്ടാ, എനിക്കറിയത്തില്ല. എന്താന്നടി ഇത്? എനിക്കറിയത്തില്ല, ചേട്ടനല്ലേ എരിവ് ഏറ്റു കൊടുത്തത്. ഞാൻ വെറുതെ ചോദിച്ചല്ലേ. ഭയങ്കര സീരിയസ് ആണ്. ചാടി കഴിഞ്ഞാൽ പെടലി അടിഞ്ഞ അവിടെ ഇരിക്കുവേ. എന്റെ പേര് സുമേഷ് എന്നല്ല. ചേട്ടൻ ചാടി കാണിക്കേട്ടോ. ചേട്ടൻ പോകാൻ റെഡി അല്ലേ? എനിക്കും ചെറിയ പേടി ഉണ്ട്. ഇതൊക്കെ ശംഭുവിന് സിമ്പിൾ. ഇതാ നോക്കിക്കോ. എടാ ഭീകര അടിപൊളി. നീ ഇപ്പൊ പഠിച്ച് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വെറും സാമ്പിൾ. ഇനിയൊക്കെ എന്തെല്ലാം കിടക്കുന്നതേ ഉള്ളൂ. ഇത് എല്ലാരെ കൊണ്ടും പറ്റൂടെ? ചിറ്റപ്പം കാണിക്ക്. അല്ല, ഇന്നൊരു മൂടില്ല, നാളെ കാണാൻ ചാടാം. സുമേഷിനെ കളിയാക്കാൻ മതി. എനിക്ക് കളിയനും കൂടെ നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? മെയിനായിട്ട് സുമേഷിന്റെ അടുത്തും ശംഭുവിന്റെ അടുത്താണ് പറയാനുള്ളത്. പക്ഷെ നിങ്ങളും കൂടെ കേൾക്കണം. പറയുന്ന എളുപ്പം പറയാം, നീ പോയിട്ട് കുറെ പരിപാടികളുള്ളതാ. ഓടെ പെട്ടെന്ന് പറയാടെ. അളി അവന് പോയിട്ട് പെട്ടെന്ന് ആവശ്യമുള്ളതാണ്. അളി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു.
മക്കളെ ശംഭു എടാ സുമേഷേ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരുടെ അടുത്ത് കുറച്ചുകൂടെ കൂടുതൽ സ്നേഹം കാണിക്കണം കേട്ടാ. നിന്റെ അമ്മയുടെ പരാതി നിനക്ക് ഇവൻ്റെ അമ്മയുടെ അടുത്താണ് സ്നേഹം കൂടുതലെന്ന്, ഇവൻ്റെ അമ്മയുടെ പരാതി അവന് നിന്റെ അമ്മയുടെ അടുത്താണ് സ്നേഹം കൂടുതലെന്ന്. ഓ കടങ്കഥയായിരുന്നു. കടങ്കഥേ? എൻ്റെ പൊന്നളിയെ ഇവൻ്റെ അടുത്ത് നേരെ പറഞ്ഞാലേ അവന് മനസ്സിലായി. അപ്പോഴാണ് അളിയെ വൈത്തളം അടിക്കുന്നത്. നേരെ ഒന്ന് പറഞ്ഞോളൂ. അച്ഛാ എനിക്ക് മനസ്സിലായി, പക്ഷെ അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് നീ മുമ്പ് എല്ലാ കാര്യത്തിനും അമ്മയുടെ അടുത്താണ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പൊ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണത് അച്ഛമ്മയുടെ അടുത്താണെന്ന്. അത് അമ്മയെ ശല്യപ്പെടുത്തുന്നെന്ന് വിചാരിച്ചല്ലേ ഞാൻ പോവാതിരുന്നത്. അത് അച്ഛനറിയാം മക്കള്, പക്ഷെ അമ്മയ്ക്ക് മക്കളെ ശല്യപ്പെടുത്താനാണ് ഇഷ്ടം. ഇനി കൂടുതൽ സമയം അമ്മയുടെ അടുത്ത് ചെലവഴിച്ചാൽ മതി കേട്ടാ. അല്ല ഏട്ടാ എന്നെ കുറിച്ച് ആര് പരാതി പറഞ്ഞു? നിന്നെ കുറിച്ച് അപ്പച്ചിയുടെ നീ അപ്പച്ചിയുടെ ഇപ്പൊ പോകില്ലല്ലോ. നീ എന്ത് കാര്യത്തിൽ ചേച്ചിയെടുത്തല്ലേ പോണത്? അത് പിന്നെ അമ്മ എടുത്ത് പോയി കഴിഞ്ഞാൽ അമ്മേനെ ട്രോളി വിടും. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എടാ ട്രോളി വിടുവോ എന്ന് പറഞ്ഞാൽ അമ്മ അമ്മ അല്ലാതാവോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലേ. പിന്നെ അമ്മ അങ്ങനെ അമ്മ എന്റെ അമ്മ തന്നെ അങ്ങനെ പറഞ്ഞിരുന്നില്ലല്ലോ. അല്ല ഞങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ അമ്മ? നിങ്ങൾ പക്കയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് മോൻ വിഷമിക്കണ്ട കേട്ടാ. ഇനി ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങ് വാ അച്ഛൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങ് വാ. നീ എന്താണ് വായി നീ കഴിച്ച് പോടാ അങ്ങോട്ട്. അപ്പച്ചിയുടെ അടുത്ത് കാല് പിടിച്ച് മാപ്പ് പറയടാ അങ്ങോട്ട് പോയി. ചോദിക്കല്ലേ പിന്നെ നീ ചെന്നോര്